ഗായ്സ്, റിസ്ക് എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുമെന്ന് പറയുമല്ലോ. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇത്. ഞാൻ ഒരുപാട് റിസ്ക് എടുത്തു, ട്രെക്ക് ചെയ്ത് ഇവിടെ മേലെ വരെ എത്തി. ഇപ്പോൾ കാണുന്ന വ്യൂ ആണിത്. ലാലിക്കുറാസ് മൊത്തം പൂത്ത് നിൽക്കുകയാണ്. എന്തൊരു ഭംഗി വെച്ചിട്ട് കാണാൻ. ഇതിനു വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മൂൺ ഹില്ലിൽ ട്രെക്കിങ് തുടങ്ങുകയാണ്. രാവിലെ തന്നെ എല്ലാം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്. ഒരു ടീമൊക്കെ പോകുന്നുണ്ട്. ഒരു കൂട്ടത്തിൽ വഴി അറിയില്ല, ഞങ്ങൾ പോകേണ്ട പരിപാടിയില്ല. പോണ വഴിയുള്ള അവസ്ഥ തന്നെ. ഇന്നലെ നല്ല സ്നോ ഒക്കെ പെയ്തിട്ടുണ്ട്. ഉണ്ടോ സൈഡിൽ പോണ വഴിയിലൊക്കെ സ്നോ ഒക്കെ ഉണ്ട്. നല്ല തണുപ്പുണ്ട്. അതേപോലെ ഒത്തിരി ഇൻഫർമേഷൻ ബോർഡൊക്കെ ഉണ്ട്. അവിടെയൊക്കെ മഞ്ഞാണ്, കാണുന്നില്ല. മൂൺ ഹില്ലിലേക്ക് ബോർഡുണ്ട്. ഗായ്സ്, ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ട് പോകും മൂൺ ഹില്ലെത്താൻ. സൈഡിലൊക്കെ ഉണ്ടോ ഐസ് മഴ പെയ്താണ്. ഐസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കാണാൻ കഴിയും. ഗായ്സ്, ആ കാണുന്നതാണ് വ്യൂ പോയിന്റ്. കയറി അവസാനം അവിടെ എത്തി. ഇന്നലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്താ അവസ്ഥ വ്യൂ ഒന്നും അറിയില്ല. എനിക്ക് വരുമ്പോൾ എല്ലാം വീഡിയോ എടുത്തിട്ടില്ല, മൊത്തം ഇരുട്ടായിരുന്നു. ഇനി പോകുമ്പോഴാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ. ഉള്ളിലില്ല ടോപ്പിലെ വ്യൂ കേട്ടോ. ടോപ്പിൽ 3250 മേലെയാണ് സ്ഥിതി ചെയ്യണേ. രാവിലെ ആയതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ തിരക്കാണ്. ഒരു വിദേശി ഒരു നായനൊക്കെ പിടിച്ചിട്ട്. നായനെല്ലാം ഇഷ്ടം. ഞാൻ താഴത്തുനിന്ന് കണ്ടിരുന്നേ, കണ്ട നായനെ പിടിച്ച് അടക്കുന്നേ. ഓരോ ആൾക്കാർക്ക് ഓരോ സ്നേഹത്തെ. നല്ല കയറിയൊക്കെ ഇവിടെ വന്നിട്ട് ഓരോ കോഫി കുടിക്കണം. നല്ല തണുപ്പാണ്. ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഷോപ്പ് ഉണ്ടായിരുന്നില്ല. ഇതാണ് വന്ന വഴി. ഇന്ന് കയറിയിട്ടാ വന്നേ. ഇത് പിന്നെ അതിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഇങ്ങനെ ഒരു വഴിയാണ്. ആൾക്കാരൊക്കെ ഇറങ്ങാനും പോകണൊക്കെ. നമ്മൾ മറ്റേ വഴി വന്നു. രണ്ട് വഴി ഒത്തിരി കാണാനുണ്ട്. മഞ്ഞ് കയറി വരുന്നുണ്ടല്ലേ. മഞ്ഞിങ്ങനെ കയറി വരും. നല്ല വ്യൂ ഒക്കെ ഉണ്ടോ. അങ്ങനെ ഞാനൊരു മിൽറ്റേക്ക് വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചോ. കാരണം ഇത്തവണ പ്രൈസിൻ്റെ 150 രൂപയാണ് മിൽറ്റേക്ക് വരുന്നത്. എല്ലാതിൻ്റെ റേറ്റ് ഇതാ. ഇന്ന് തണുത്ത് കൈയൊക്കെ മരവിച്ചപ്പോൾ ഒരു മിൽറ്റി വാങ്ങി. മഞ്ഞ് പോകുന്നുണ്ട്. വ്യൂ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ആദ്യം ഇത്ര തന്നെ കിട്ടിയിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് വ്യൂ ഒക്കെ ഒന്നുകൂടെ തെളിഞ്ഞു വരുന്നത്. അവിടെയൊക്കെ നല്ല പോലെ കാണാൻ തുടങ്ങി. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങായേ. വരുമ്പോൾ നേരാവണ്ണം വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം വലിയ വെളിച്ചം ഉണ്ടായിരുന്നില്ല. അപ്പം ഇനി ഇറങ്ങുമ്പോൾ ബാക്കി വീഡിയോ എടുക്കാൻ വിചാരിച്ച. എന്താണ് ഇപ്പോൾ കാണുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ. ലാലിക്കുറാസ് കുറേ പൂത്ത് നിൽക്കണൊക്കെ ഉണ്ട്. കണ്ടോ, മൊത്തം ഐസ് മഴ പെയ്തിട്ടേ ഫുള്ള് ഐസാണ്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിരുന്നു. ഇപ്പോഴും ചില ആൾക്കാരൊക്കെ വ്യൂ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അധികം പേര് രാവിലെ നേരത്തെ വരും. ഇവരെന്തോ കുറച്ച് വൈകി പോയി തോന്നും. ഇത് ഞങ്ങൾ റൂം എടുത്ത അവിടെ ഉള്ളതാണ്. ഇങ്ങനെ വരുന്നവർ ഓരോന്നൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ഇങ്ങനെ കയറി വന്ന
നേരത്തെ ഒരു വിദേശത്തിനടുത്ത് കളിപ്പിച്ച് കിടന്നേക്കും. നല്ല ഇണക്കുള്ള ആളാണ്. ഇവിടെ മലയാൻ സൈഡ് കണ്ടേ കാലിക്രോസ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇറങ്ങി വരുമ്പോൾ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടേ. കൂടുതലും നേരം നിൽക്കാൻ വയ്യ, കൈയൊക്കെ ആകെ മരവിച്ചാണ്. ഗ്ലൗസ് ഇട്ടുണ്ടെങ്കിലും കൂടി കുന്നിനെ കൊണ്ടെത്തിക്ക മഞ്ഞുണ്ടോ. ഇവിടുന്ന് കയറി വരുന്ന എൻട്രി കാണണ്ടേ, അതാണ് ആ കാണുന്നത് കവാടം കാര്യങ്ങളൊക്കെ. ആൾക്കാരിപ്പോൾ വന്നുകൊണ്ടിരിക്കണ്ടേ. മേലൊക്കെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയാ. പക്ഷെ കൂടുതൽ ടൈം നിൽക്കും. കയറി വരുന്നൊക്കെ ഒരു പ്രായ അമ്മച്ചാണ്. ഇത്രയും സ്റ്റെപ്പുള്ളത് കയറി വരുന്നേ സമ്മതിക്കണം. എന്താലേ ഞാൻ കയറി ആകെ ബുദ്ധിമുട്ടിയിട്ടാണ് മേലെത്തി. കണ്ടോ പ്രായം ചെന്നവർ കയറിൻ്റെ ഇത് കാണാൻ വേണ്ടി ഒരു അമ്മയും കുട്ടിയതായിരുന്നു. കണ്ടോ ചെറിയ കുട്ടികളായിട്ടൊക്കെയാണ് കയറി വരുന്നത്. ഒരു അമ്മയും കുട്ടിയതായിരുന്നേ. അവരൊക്കെ സമ്മതിക്കണേ. ഇപ്പൊ പോയി കുട്ടിക്ക് 2-3 വയസ്സൊക്കെ കാണും. ആ കുട്ടീനും ബാക്കിൽ കെട്ടി വെച്ചിട്ട് ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മേലെത്തണല്ലോ. എന്താല്ലേ പോണ വഴിയിൽ ഇവിടെ ഇങ്ങനെ ടവറും കാര്യങ്ങളൊക്കെ ഉണ്ടേ. അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള എൻസെല്ലിലെ സിമ്മാണ്. അതിന് റേഞ്ചും കാര്യങ്ങളൊക്കെ കാണണ്ടേ. കാലിക്രോസ് ആണ് മൊത്തം പൂത്തിക്കണേ. ആ മലയിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും ചെറുതായിട്ട് ഇങ്ങനെ ഒരു റെഡ് കളർ. അവിടെ പൂ മൊത്തം പൂത്തിക്കുകയാണെങ്കിൽ മല മൊത്തം ഉണ്ട്. വീഡിയോയിൽ എത്രമാത്രമേ അറിയണ്ടെന്ന് അറിഞ്ഞൂടാ. എല്ലാവരും തണുപ്പത്തെല്ലാം കിടന്നുറക്കിട്ടേ ഇപ്പം നീച്ചു വരാം. ഒത്തിരി പേരുണ്ട്. പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ വീഡിയോയിൽ ഇത്ര തന്നെ അറിയണില്ല. കാലിക്രോസൊക്കെ നിൽക്കണേ പൂത്തേക്കണേ കണ്ടോ. താഴത്ത് കുറേ വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ഇങ്ങനെ കയറിയാണ്. അവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. കുറച്ച് മരങ്ങളുണ്ട്. ഇലയെല്ലാം പോയിട്ട് നിൽക്കണേ. നമ്മളെ നാട്ടിൽ നിന്ന് കണ്ടിട്ടില്ല അങ്ങനത്തെ തരം മരം. വരുന്ന വഴിയിൽ ഇതാ ക്രിസ്മസ് ട്രീൻ്റെ പോലൊരു മരം ഉണ്ടോ. ഇവിടെ കാറ്റടിക്കുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം വരണ്ടേ. ചെറുതായിട്ടൊക്കെ വീഡിയോയിൽ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. കാറ്റടിക്കുന്നതിൻ്റെ ശബ്ദം കണ്ടോ, കേൾക്കണ്ടോ. ഇറങ്ങുന്ന സ്റ്റെപ്പാണെന്ന് നോക്കിയേ. നല്ല ഭംഗിയുണ്ടേ. കല്ലൊക്കെ നല്ല ഇതിനായിട്ടുണ്ടാക്കിയ പോലെ, നമ്മളെ ഇൻ്റർലോക്കൊക്കെ വധിച്ച പോലെ കല്ല് മൊത്തം അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഇൻ്റർലോക്ക് വധിച്ച പോലെ ഉണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. പോകുമ്പോൾ ഇവിടെ നല്ല ഇരുട്ടായതുകൊണ്ട് ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ₹150 ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ ഗ്യാസ്, ഡ്രോണ്, ഫ്ലാസ്ക് ഒന്നും മേലെ അലൗഡ് അല്ല. 2 തരം ടിക്കറ്റ് ഉണ്ട്. നേപ്പാളീസ് ₹50. പുറത്തുള്ള ടൂറിസ്റ്റുകൾക്കൊക്കെ ₹150 ടിക്കറ്റിന് വരുന്നത്. പോകുമ്പോൾ ഞങ്ങൾ വന്ന വഴി ഇതാണ്. ഇങ്ങനത്തെ വഴിയും കാണാണ്ട്. ഇപ്പം അതിൽ ആരും പോവാറില്ല എന്ന് തോന്നുന്നു വഴി കണ്ടിട്ട്. മുന്നേ ഇങ്ങനത്തെ വഴി ഉണ്ടായിരുന്നു. ഇതുവഴി പോകുമ്പോൾ കുറേ നേരമായി ഒരു മണിശബ്ദം കേൾക്കണേ.
അപ്പം ഞാൻ വിചാരിച്ചു പോന്നി സർവീസ് എന്തെങ്കിലും ആവുന്നേ. അപ്പോൾ അതല്ല സംഭവം. രണ്ടാളവിടെ തീറ്റാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് കേൾക്കണേ. ഒന്നൊന്നായ കൺഫ്യൂഷനായി. ഇങ്ങനെ വഴി കാണാണ്ട് നേരം കാണാണ്ട് വന്ന വഴി അതൊന്ന് പിടികിട്ടാത്ത അവസ്ഥ. ഇവിടെ ഓരോ റിസോർട്ടും കാര്യങ്ങളും കാണാണ്ട് അവിടെ നിന്ന് അവർ കയറി തന്നെ ഇതുവഴിയാന്ന് വിചാരിക്കുന്നു. എന്തായാലും പോയി നോക്കാം. താഴ്ച ഇറങ്ങിപ്പോയാളിതാ പിന്നെയും കയറിയിട്ടുണ്ടേ. അവനിതിങ്ങനെ കയറി ഇറങ്ങി നടക്കലിനെ പണി. അങ്ങനെ വഴിയൊന്നും തെറ്റില്ല, വഴിയൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ റൂമിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ പോകണം എൻ്റെ റൂമിക്ക്. ഈ ഭാഗങ്ങളിലൊക്കെ ഓരോ റെസ്റ്റോറൻറ്റുകളാണ്. ഇവിടെ ഉണ്ട്. ഈ ഭാഗത്ത് മൊത്തം റെസ്റ്റോറൻറ്റുകളാണ്. പക്ഷെ വൈകിട്ട് എത്തിക്കഴിഞ്ഞാൽ റൂം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് സിംഗിളായിട്ട് വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ റൂം കിട്ടാൻ ഉണ്ടേന്. എൻ്റെ റൂമിൻ്റെ അടുത്ത് കണ്ട ഒരാളാണ്. നല്ല തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വലിയൊരാൾ, നല്ല ആരോഗ്യമുള്ളൊരു നായ. എൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. ഇതുവഴിയാണ് എൻ്റെ റൂമിലേക്ക് പോകുന്നത്. ഇന്നലെ ഞാനിവിടെ എത്തി 2 മണിക്കൂർ നടന്നോ റൂം കിട്ടാൻ വേണ്ടിയിട്ട്. സിംഗിളായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ റൂമിൻ്റെ ഹോട്ടലിലെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ആംഗ്രി ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ തന്നെ റൂം എടുത്തിട്ടുണ്ടായിരുന്നേ. ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റ് ആവുകയും ചെയ്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. റൂമിന് വ്യൂ ആണ് കേട്ടോ. കണ്ടോ എൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ റൂമിൽ നിന്നേ കിട്ടുക. ഇങ്ങണ്ടാണേലോ ജനലൊക്കെ നല്ലതാണ്. അങ്ങനെ കഴിച്ച് നമുക്കുള്ള ഫുഡ് വന്ന് ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കും തക്കാളിയൊക്കെ ഇട്ടിട്ടൊരിത്, പിന്നെ ഒരു തരം ഒരു ബ്രെഡാണിത്. ഇത് നമ്മളെ ഭൂരി പോലൊക്കെ ഒരു സാധനം. പിന്നെ ഒരു ഓംലേറ്റ്, കോഫി നേരത്തെ വന്നുകൊണ്ട് തന്നെ ഞാൻ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ്. പിന്നെ ഹണി ഉണ്ട്, പിന്നെ അതേപോലെ ജാമുണ്ട്. ഇതിന് 700 രൂപയാണ് ചാർജ് വരുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഞാൻ നേപ്പാളിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ വയറ് നിറച്ച് കഴിക്കണേ. സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ല. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കഴിച്ചിട്ടും തീരുന്നില്ല. ഇവിടെ ഹോട്ടലിലൊക്കെ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാവേ ചാവി തരുമ്പോൾ. അപ്പോൾ റൂമിൻ്റെ പൈസ ഒക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോണ നേരത്തെ ഒന്നിച്ചിട്ട് ചാവി എടുക്കുന്ന നേരത്തെ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ റൂം നമ്പർ പ്രകാരമാണ് ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചല്ലേ. എന്നിട്ട് ഒന്നിച്ച് ടോട്ടൽ ചെയ്യും. പിന്നെ പൂൺ ഹിൽ ട്രെക്കിങ്ങിന് കണ്ടൊരിതാണ്, റൂമിന് മാത്രമാണ് ഇങ്ങനെ പൈസ വരുന്നത്. ഇതിൽ ഫുഡ് പെടില്ല. ഇതിനെക്കാട്ടും ബെറ്റർ ABC ട്രെക്കിങ് ആയിരുന്നേ. അതിൽ 1200 1300 രൂപയ്ക്കൊക്കെ റൂമും 2 നേരത്തെ ഫുഡും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കിട്ടിയിരുന്നു. ABCയിൽ വരെ റൂം എടുത്തപ്പോൾ 2000 രൂപയ്ക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കിട്ടിയിരുന്നു. ഇവിടെ അതിനപേക്ഷിച്ചിട്ട് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ റബാനിനെ ഒരു ദിവസം റൂമിന് ഫുഡിനും കൂടി ആയതാണ്. അങ്ങനെ ഞാൻ ഫുഡിന് കാശ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് 2 ചപ്പാത്തിയും ജാമും എടുത്ത്. ഏറ്റവും കുറവ് അതാണ് അതിൽ കാണുന്നത്, 350 രൂപ. അല്ലെങ്കിൽ ഇവിടുന്ന് പൈസ കൂടി. ABCയിൽ വരെ 2000 രൂപയാണ് റൂം ഫുഡും കൂടി വന്നിട്ടുള്ളൂ. ഇവിടെ അതിന് അപേക്ഷിച്ചിട്ട് കുറച്ച് കൂടുതലാണ്. അങ്ങനെ പൂൺ ഹിൽ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നേപ്പാൾ എത്തണം, അതാണ് ലക്ഷ്യം. ഇപ്പോൾ പൂർണ്ണ കാഴ്ച കണ്ട കാഴ്ചയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്.